8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററായ നദീതട സംസ്കാരങ്ങളിലൂടെ ദ റിവർ വാലി സിവിലൈസേഷൻസ് എന്ന പാഠമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ആ പാഠത്തിലെ കൂടുതൽ പ്രവർത്തനങ്ങൾ പഠിക്കാം. 8ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ തുടർന്നും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. എല്ലാ കൂട്ടുകാരും കാണുമല്ലോ. ശാസ്ത്രം, കല, എഴുത്തുവിദ്യ എന്നീ മേഖലകളിലെ ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടേമിയൻ, ചൈനീസ് സംസ്കാരങ്ങളുടെ നേട്ടങ്ങൾ പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദ മെസപ്പൊട്ടേമിയൻ, ഈജിപ്ഷ്യൻ ആൻഡ് ചൈനീസ് സിവിലൈസേഷൻസ് ഇൻ ആർട്സ്, സയൻസ് ആൻഡ് ദ ആർട്ട് ഓഫ് റൈറ്റിംഗ്. ശാസ്ത്രരംഗത്ത് പ്രാചീന ഈജിപ്ത് പുരോഗതി കൈവരിച്ചിരുന്നു. സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കലണ്ടർ അവർ തയ്യാറാക്കി. ഒരു വർഷത്തെ 365 ദിവസങ്ങളാക്കി കണക്കാക്കിയിരുന്നു. 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളായി ഒരു വർഷത്തെ വിഭജിച്ചു. ബാക്കി വന്ന 5 ദിവസങ്ങൾ ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ചിരുന്നു. ഗണിതശാസ്ത്ര രംഗത്തും പ്രാചീന ഈജിപ്തിൻ്റെ നേട്ടങ്ങൾ ശ്രദ്ധേയമാണ്. ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കാൻ അവർക്കറിയാമായിരുന്നു. നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം, ജലപ്രവാഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന ജലഘടികാരം തുടങ്ങിയവ അവർ തയ്യാറാക്കിയിരുന്നു. പ്രാചീന ഈജിപ്ഷ്യൻ ജനത ഒരു എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയിരുന്നു. ഹൈറോഗ്ലിഫിക്സ് എന്നാണ് അവരുടെ എഴുത്തുവിദ്യ അറിയപ്പെടുന്നത്. ഹൈറോഗ്ലിഫിക്സ് എന്നാൽ വിശുദ്ധമായ എഴുത്ത് എന്നാണ് അർത്ഥം. പാപ്പിറസ് ചെടിയുടെ ഇലകളാണ് അവർ എഴുതാൻ ഉപയോഗിച്ചത്. മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്ന രീതി ഈജിപ്തിലുണ്ടായിരുന്നു. ഇങ്ങനെ സൂക്ഷിക്കപ്പെട്ട മൃതശരീരം മമ്മി എന്നാണ് അറിയപ്പെടുന്നത്. മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. മനുഷ്യാധ്വാനവും സമ്പത്തും വൻതോതിൽ ഉപയോഗിച്ചിരുന്നതിൻ്റെ തെളിവാണ് പിരമിഡുകൾ. പ്രതിമാ നിർമ്മാണത്തിലും അവർ വിദഗ്ധരായിരുന്നു. മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള സ്ഫിങ്സ് എന്ന പ്രതിമ അവരുടെ ശില്പവൈദഗ്ധ്യത്തിന് ഉദാഹരണമാണ്. ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നീ മേഖലകളിലും പ്രാചീന മെസപ്പൊട്ടേമിയ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചു. ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനമാക്കി ഒരു കലണ്ടറും അവർ തയ്യാറാക്കിയിരുന്നു. ഒരു വർഷത്തെ 12 മാസങ്ങളായും ഒരു മാസത്തെ 4 ആഴ്ചകളായും വിഭജിച്ചിരുന്നു. ഒരു ദിവസത്തെ 24 മണിക്കൂറായി കണക്കാക്കിയിരുന്നു. ഗണിതശാസ്ത്രത്തിലെ ഹരണം, ഗുണനം, വർഗമൂലം എന്നിവയും അവർക്കറിയാമായിരുന്നു. മെസപ്പൊട്ടേമിയയിലെ എഴുത്തുവിദ്യ ക്യൂണിഫോം എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ ലിപികൾക്ക് ആപ്പിൻ്റെ ആകൃതിയായിരുന്നു. മണ്ണ് കുഴച്ചുണ്ടാക്കിയ ചെറുഫലകങ്ങളുടെ മിനുസമുള്ള പ്രതലത്തിലാണ് അവർ എഴുതിയിരുന്നത്. കൂർത്ത മുനയുള്ള എഴുത്താണി ഉപയോഗിച്ച് എഴുതിയതിനു ശേഷം ഉണക്കിയെടുക്കുകയായിരുന്നു ചെയ്തത്. ഇത്തരം കളിമൺ ഫലകങ്ങളുടെ വൻ ശേഖരം തന്നെ ലഭിച്ചിട്ടുണ്ട്. ലിഖിതങ്ങളിൽ ഭൂരിഭാഗവും കച്ചവടവുമായി ബന്ധപ്പെട്ടതാണ്. പ്രാചീന മെസപ്പൊട്ടേമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവാണ് സിഗുറാത്തുകൾ എന്നറിയപ്പെടുന്ന ആരാധനാലയങ്ങൾ. നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരുന്നത്. മൺകൂനകൾ നിർമ്മിച്ച് അതിനു മുകളിൽ ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് സിഗുറാത്തുകൾ പണിതത്. പുരാതന ചൈനയിലും എഴുത്തുവിദ്യ നിലനിന്നിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് അവർ എഴുതിയിരുന്നത്. പിൽക്കാലത്ത് ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ നിലവിൽ വന്നു. നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു. പ്രാചീന മെസപ്പൊട്ടേമിയയിലെയും ഈജിപ്തിലെയും പോലെ പ്രാചീന ചൈനക്കാരും കലണ്ടർ തയ്യാറാക്കിയിരുന്നു. The Egyptians also attained amazing advancement in the field of science. They formulated a solar calendar. As per this calendar, a year had 365 days. A year was divided into 12 months of 30 days each.
The remaining 5 days were set aside for celebrations. Their advancement in the field of mathematics is also significant. They could calculate the area of triangles and rectangles. To determine time, they made sundial, a clock that tells time by the shadow cast by the sun, and water clock that works on water current. They formed an art of writing. It is known as hieroglyphics, which means sacred writing. They used the leaves of the plant called papyrus for writing. The practice of preserving the body of the dead prevailed in Egypt. A corpse preserved thus is called a mummy. Pyramids were tombs where the mummies were preserved. They remain as evidence for the excessive use of labor and wealth. The Egyptians were also skillful in culture. It is evident from the Sphinx, the statue with lion's body and human head. The Mesopotamian system of writing is called cuneiform. The script was wedge-shaped. They were written on the smooth surface of wet clay tablets. A sharp stylus was used for writing. The tablets were then baked in the sun. A huge collection of these tablets has been found here. Most of them were related to trade. The construction of temples, namely ziggurat, is the evidence of the amazing architectural skills of the ancient Mesopotamians. They were constructed in cities. They were built on artificial hillock using bricks. They achieved remarkable progress in the field of mathematics and astronomy. They formulated a calendar based on the movements of the moon. They divided a year into 12 months, a month into 4 weeks, and a day into 24 hours. They knew division, multiplication, and square root. The art of writing existed in ancient China as well. The script was pictographic, not alphabetic. Later, it developed into an ideographic script. Like ancient Mesopotamians and Egyptians, ancient Chinese too formulated a calendar in which a year consisted of 365.5 days. They were also skillful in weaving, making pottery, and silk production. സിന്ധു നദീതട പ്രദേശങ്ങളിലെ ആദ്യകാല ഉത്ഖനനങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. Prepare a note on the early excavations in the Indus Valley regions. 1856 മുൾട്ടാനിൽ നിന്ന് ലാഹോറിലേക്ക് ഒരു റെയിൽ പാത പണിയുവാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. പാതയുടെ നിർമ്മാണ ചുമതല ബ്രണ്ടൺ സഹോദരന്മാർക്കായിരുന്നു. സിന്ധു നദീതടത്തിലൂടെയാണ് ഈ പാത നിർമ്മിക്കേണ്ടിയിരുന്നത്. മണ്ണിന് ഉറപ്പ് തീരെയില്ല. എഞ്ചിനീയർമാരായ ആ സഹോദരങ്ങളും തൊഴിലാളികളും കഠിനാധ്വാനം ചെയ്തിട്ടും റെയിൽ പാളം ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. പാത നിർമ്മാണം വഴിമുട്ടി. ആ സമയത്താണ് തൊട്ടടുത്തു തന്നെയുള്ള ചുട്ട ഇഷ്ടികകൾ എഞ്ചിനീയർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നല്ല ഉറപ്പുള്ളവയായിരുന്നു അവ. റെയിൽ പാളം ഉറപ്പിക്കാൻ പറ്റിയവ. പിന്നെ താമസിച്ചില്ല, ഈ ചുടുകട്ടകൾ നിരത്തി പാത നിർമ്മിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിലനിന്ന മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളായിരുന്നു ആ ചുടുകട്ടകൾ എന്ന കാര്യം തൊഴിലാളികളോ എഞ്ചിനീയർമാരോ അന്നറിഞ്ഞില്ല. പിന്നീട് 1921 സർ ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിരുന്ന കാലത്ത് നടന്ന ഉത്ഖനനം ഒരു മഹത്തായ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ആ ഇഷ്ടികകൾ എന്ന് കണ്ടെത്തി. സിന്ധു നദിയുടെയും അതിൻ്റെ കൈവഴികളുടെയും തീരത്തെ വിവിധ പ്രദേശങ്ങളിലാണ് ഈ സംസ്കാരം നിലനിന്നിരുന്നത്. അതുകൊണ്ട് ഈ സംസ്കാരം സിന്ധു നദീതട സംസ്കാരം എന്നറിയപ്പെടുന്നു.
പാകിസ്ഥാനിലെ ഹരപ്പയിലായിരുന്നു ആദ്യത്തെ ഉത്ഖനനം നടന്നത്. ദയാറാം സാഹ്നിയായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യ തെളിവുകൾ ഹരപ്പയിൽ നിന്ന് ലഭിച്ചതിനാൽ ഈ സംസ്കാരത്തെ ഹരപ്പൻ സംസ്കാരം എന്നും വിളിക്കുന്നു. പാകിസ്ഥാനിലെ തന്നെ മോഹൻജദാരോവിൽ ഉത്ഖനനങ്ങൾ നടത്തിയത് R.D. ബാനർജി ആയിരുന്നു. ഈ സംസ്കാരത്തെ സംബന്ധിച്ച പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. It was the year 1856. The British decided to lay a railway line from Multan to Lahore. The Brunton brothers were assigned the charge of its construction. The line was to be laid through the Indus Valley. Though the brothers, who were engineers, toiled hard with the laborers, they could not fix the railway track in the loose soil. The construction came to a standstill. Then the engineers noticed some burnt bricks nearby. They were hard and suitable for laying the track. Without wasting any time, they paved those bricks and laid the line. Neither the laborers nor the engineers realized that those burnt bricks were the remains of a great civilization that existed centuries back. Later, when Sir John Marshall was the director of the Archaeological Survey of India, an excavation was undertaken in 1921. It revealed that the bricks were the ruins of a great civilization. The excavations revealed that a civilization had existed in the valleys of the river Indus and its tributaries. Hence, this civilization came to be known as the Indus Valley Civilization. The first excavation was conducted in Harappa in the present Pakistan. It was led by Dayaram Sahni. Since the first evidence of the Indus Valley civilization was obtained from Harappa, this civilization is also known as the Harappan civilization. It was R.D. Banerjee who led the excavations in Mohenjo-daro in the present Pakistan. Further researches on this civilization are going on. സിന്ധു നദീതട നഗര ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു? വിശദീകരിക്കുക. ഉറപ്പുള്ള ചുട്ട ഇഷ്ടികകളുടെ ഉപയോഗമായിരുന്നു ഹരപ്പയിലെ നഗരങ്ങളുടെ പ്രധാന പ്രത്യേകത. കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചായിരുന്നു. ഹരപ്പ, മോഹൻജദാരോ, ലോഥാൽ എന്നീ നഗരങ്ങൾക്ക് 2 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. പടിഞ്ഞാറുള്ള ഉയർന്ന ഭാഗം ഭരണാധികാരികളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അസംബ്ലി ഹാൾ എന്നു കരുതുന്ന ഒരു വലിയ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. താഴ്ന്ന ഭാഗം സാധാരണക്കാരുടെ വാസസ്ഥലങ്ങളായിരുന്നു. വീടുകളാണെന്ന് സൂചിപ്പിക്കുന്ന നിരവധി കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. ആസൂത്രിതമായ തെരുവുകളുടെ ഇരുവശങ്ങളിലായാണ് വീടുകൾ നിർമ്മിച്ചിരുന്നത്. വീടുകൾ വ്യത്യസ്ത ഘടനയിലുള്ളവയായിരുന്നു. ചിലത് ഒറ്റമുറി വീടുകളാണെങ്കിൽ മറ്റു ചിലതാകട്ടെ കൂടുതൽ മുറികളും വിശാലമായ മുറ്റവും കിണറുകളും ഉള്ളവയായിരുന്നു. കൂടാതെ എല്ലാ വീടുകൾക്കും ശൗചാലയങ്ങളും ഉണ്ടായിരുന്നു. അഴുക്കുചാലുകളാണ് നഗരങ്ങളുടെ മറ്റൊരു സവിശേഷത. വീടുകളിൽ നിന്നുള്ള മലിനജലം ചാലുകളിലേക്ക് ഒഴുക്കിയിരുന്നു. ഇത്തരം ചാലുകളെ നഗരത്തിലെ പ്രധാന അഴുക്കുചാലുമായി ബന്ധിപ്പിച്ചിരുന്നു. അവ ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. സ്ലാബുകൾ ഉപയോഗിച്ച് അവ മൂടിയിരുന്നു. ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിൽ പോലും മികച്ച അഴുക്കുചാൽ സംവിധാനമുണ്ടായിരുന്നു. Explain the features of life in the Indus Valley cities. The key feature of the Harappan cities was the use of hard burnt bricks. All buildings were built of burnt bricks. The cities Harappa, Mohenjo-daro and Lothal all had 2 parts. The part of the city to the west was higher. It was used by the administrators.
The ruins of a big building, probably an assembly hall, were discovered here. The part of the city to the east was lower and was inhabited by the common people. The ruins of many buildings that might have been houses were unearthed here. Houses were built along both sides of planned streets. They were of varying structures. Some houses had only one room, whereas others had more rooms, a courtyard and a well. Every house had a toilet. The drainage system was another feature of these cities. The wastewater from the houses was let out into the drains. These drains were connected to the main drain of the street. The drains were built of burnt bricks and covered with stone slabs. Effective drainage systems existed even in small towns and villages. നദീതട സംസ്കാരങ്ങളിലൂടെ ദ റിവർ വാലി സിവിലൈസേഷൻസ് എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങൾ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? കൂടുതൽ പ്രവർത്തനങ്ങളുമായി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.